ലോക വിശപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 100-ാമത്തേതാണ് 119 രാജ്യങ്ങളിൽ. ഇത്രയേറെ വിശന്ന വയറുകളുള്ള ഈ രാജ്യത്ത് ഒരു വിശപ്പ് രഹിത കേരളം അതൊരു വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ? അതിനുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ ജനകീയ ഭക്ഷണശാലയിൽ നടക്കുന്നത്. ജനകീയ ഭക്ഷണശാലയിൽ ഇവിടെ വിലവര പട്ടികയില്ല, ഇവിടെ ബില്ലില്ല, ക്യാഷ് കൗണ്ടറില്ല. നിങ്ങളുടെ ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കാം, നിങ്ങളുടെ കഴിവുള്ള പോലെ കൊടുത്താൽ മതി. കഴിവുള്ള ആളാണെങ്കിൽ അതനുസരിച്ച് നൽകാം. ആരും ചോദിക്കാനില്ല നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും. പക്ഷേ ഇതൊരു കഞ്ഞിവീഴ്ത്ത കേന്ദ്രമല്ല കേട്ടോ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ഊണ്, വൈകുന്നേരം ചായയും കടിയും, രാത്രി കഞ്ഞി, ഇത്തരത്തിലുള്ള ഒരു സമ്പൂർണ്ണ റെസ്റ്റോറൻ്റാണ്. അത് നിങ്ങൾ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ 8 മാസമായി ഇത് പ്രവർത്തിക്കുന്നു. പലരും ചിന്തിച്ചിട്ടുണ്ട് ഇത് ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ പൂട്ടിപ്പോകും എന്നുള്ളത്. ഇല്ല, ഡൊണേഷൻ ബോക്സ് ഉണ്ട്. അതിൽ വീഴുന്ന പണവും ഞങ്ങൾക്ക് വരുന്ന ചിലവും ഏതാണ്ട് ഒത്തുപോകും. ചിലപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മഴക്കാലം, പ്രളയത്തിൻ്റെ കാലം, ഭൂരിപക്ഷം പേരും ഒന്നും തന്നില്ല. നമുക്കറിയാം നാട്ടിൽ പണിയൊന്നുമില്ല, അതുകൊണ്ട് ആളുകൾ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരു വിരോധവുമില്ല. വടക്കേ ഇന്ത്യക്ക് നിന്നുള്ള ഒരുപാട് ലോറികളൊക്കെ ഇവിടെ മരുണ്ടായി. അവരുടെയൊക്കെ ഞങ്ങളിങ്ങ് ക്ഷണിച്ചു, ഇവിടെ വന്നാൽ ഭക്ഷണം കഴിച്ച് പോയിക്കൊള്ളൂ. പലരും വാഹനത്തിൽ ഇവിടെ വന്ന് കൂട്ടമായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു പോകുമായിരുന്നു. ഒരു തടസ്സമില്ല. ഈ വിടവെങ്ങനെ നികത്തും? അവിടെയാണ് പ്രാദേശിക കൂട്ടായ്മയുടെ പ്രസക്തി. ഇവിടെ നിന്ന് ഇവിടെ പ്രദേശത്തുള്ള കുടുംബങ്ങൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഒരു 100 ഊണിങ്ങോട്ട്, അല്ലെങ്കിൽ ഓർമ്മദിനം അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ അമ്മയുടെയോ ജനകീയ ഭക്ഷണശാലക്ക് ഒരു 200 ഊണ്. ഈ രീതിയിൽ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ വരുമാനവും കൂടി ചേരുമ്പോൾ നമ്മുടെ വരവും ചെലവും ഏതാണ്ട് ഒത്തുപോകും. സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ ഞങ്ങൾ ദിവസക്കൂലി നൽകും. പക്ഷെ അവരുടെക്കാൾ എത്രയോ കൂടുതൽ പേരാണ് വന്ന് സൗജന്യമായിട്ട് ജോലി ചെയ്യുന്നത്. വൈകുന്നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാ ദിവസവും വന്ന് ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രം കഴുകി വെച്ച് പോകുന്ന ദമ്പതിമാർ 2-3 പേരുണ്ട്. അതല്ലെങ്കിൽ ഒഴിവ് സമയത്ത് വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുക, ഏതോ ധർമ്മം ചെയ്യുന്ന പോലെ വന്ന് ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു പോവുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് ഞങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്നില്ല. ഇവിടുത്തെ അഴുക്ക് വെള്ളം മുഴുവൻ ഈ കെട്ടിടത്തിൻ്റെ താഴത്തുള്ള അറയിൽ സംസ്കരിച്ച് അതുപയോഗിച്ചിട്ടാണ് തൊട്ടുപുറയിലുള്ള 4 ഏക്കറത്തിൽ ഓർഗാനിക് കൃഷി നടത്തുന്നത്. ഇവിടെ വരുന്ന മറ്റ് പച്ചക്കറി വേസ്റ്റ് എല്ലാം അവിടേക്കുള്ള കമ്പോസ്റ്റായിട്ട് പോകും. ഇങ്ങനെ ചില ഈ ആദർശങ്ങളൊക്കെ ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. എൻ്റെ ചോദ്യം, ഈ പാതിരപ്പള്ളിയിലാവുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിലായിക്കൂടാ? ഇവിടെയാവുമെങ്കിൽ കേരളത്തിൽ എവിടെ ആയിക്കൂടാ? ഇതാണ് ഇത് ഉയർത്തുന്ന ഒരു ചോദ്യം. ഇവിടെ ജനകീയ ഭക്ഷണശാല നൽകുന്ന സന്ദേശം കേരളത്തിലെ വിശപ്പ് രഹിത കേരളത്തിൻ്റെ മാതൃക തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ സൗജന്യ ക്യാൻറ്റീനുകളല്ല, ഇതുപോലുള്ള ജനകീയ കൂട്ടായ്മകളാണ്. അതായിരിക്കട്ടെ കേരളത്തിൻ്റെ തനിമ.